അപ്പോൾ കഴിഞ്ഞ വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഞായറാഴ്ചയാണല്ലോ, ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുഴയിലൊക്കെ പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു മിനി വ്ളോഗ് പോലെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവൻ്റെ പുതിയ വീട് പണി നടക്കുക, അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ വഴിയെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ ടൈലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് ഈ വീടിൻ്റെ ഗ്രഹനാഥൻ, നമ്മുടെ എല്ലാ കുരുവി. ഇറങ്ങി വാടാ മോനെ. ടൈലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈലിൻ്റെ പണി പെയിൻറ്റിങ് എത്ര വരെയാടാ? ഫുള്ളടിച്ചു തോന്നല്ലേ? ഇതാണ് നമ്മുടെ സ്വന്തം അപ്പുവിൻ്റെ ഒരു സ്വപ്ന വീടെന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും ഒരു വീട് പണിയുക, അത് സെറ്റാക്കുക. അപ്പം അവൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്, അവൻ്റെ അനിയന്മാരുടെയും എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു വീട് പെട്ടെന്ന് പണിയുക എന്നുള്ളത്. ഈ മാസം അതിൻ്റെ അടുത്ത മാസമായിട്ട് ഇതുണ്ടാവും. ഇത് കൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല. അപ്പോഴേക്കും ഞാൻ തിരിച്ചു പോകും. എന്നാൽ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യും. ഇത് നേരെ ഹൈവേ ആണ് കേട്ടോ, ആ കാണുന്നപ്പുറത്തെ ഹൈവേ ആണ്. ഇതിലെ മുകളിലേക്ക് വീടുകളുണ്ട്. ഈ സാധനമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഈ സാധനം ഇങ്ങനെ എടുക്കാൻ പറ്റും, നല്ല രസമല്ലേ? ഇങ്ങനെ പൊടിയാക്കി കളയാം. അപ്പം മൂപ്പൻ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്. വണ്ടി ഓടിക്കാൻ വേറെ ഡ്രൈവറും ഉണ്ട്. നമുക്ക് എല്ലാവരും ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പതിയെ പോയേക്കുവാണ്. എല്ലാവരും റെഡിയായി. ആദ്യമായിട്ടാണ് നമ്മൾ സോപ്പും കൊണ്ട് പഴിക്ക് പോകുന്നത്. കുരുവി വാടാ പോവാ. അപ്പോൾ നമ്മൾ നമ്മുടെ പുഴയിലേക്ക് പോവാണ്. പുഴയിലേക്ക് എല്ലാവരും പോകുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചേട്ടായി പുഴയിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര നീന്തൽ അറിഞ്ഞാലും ഭയങ്കര വിഷയമാണ്. എത്ര നീന്തൽ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എത്ര എക്സ്പേർട്ടാണെങ്കിലും കാര്യമൊന്നുമില്ല. പുഴയാണ്, വെള്ളമാണ്. വെള്ളത്തിനോടും തീയിനോടും നമുക്ക് കളിക്കാൻ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. എന്താണ് മനുഷ്യൻ്റെ അഭിപ്രായം? മനുഷ്യടേ, പുഴയിൽ വരുന്നവർ കഴിഞ്ഞ ഒരു വർഷം 1-2 വർഷത്തിനുള്ളിൽ എങ്ങനെ പോയാലും ഒരു 4-5 പേര് കുറഞ്ഞ ഈ പുഴ മരിച്ചിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ തുടങ്ങി ഇരുട്ടി വരെ ഈ ഒരു പുഴയാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്നൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞൊരു അറിവ് വെച്ചിട്ട് ചുഴി ചില സ്ഥലത്ത് നല്ല ആൾക്കാർ ചുഴിയുണ്ട്. ശരി, നമ്മൾ എത്ര നീന്തൽ അറിഞ്ഞാലും ചുഴി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര. കഴിഞ്ഞ വട്ടം മരിച്ച ഒരു നല്ല ചെറുക്കൻ, നല്ല സമൂഹത്തിന് നല്ല വേണ്ടപ്പെട്ട ഒരു ചെറുക്കനായിരുന്നു. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളായിരുന്നു. അപ്പം അതിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞാൽ കൂടെയുള്ളവർ ചാടി നോക്കി പക്ഷെ കണ്ടില്ല എന്നാണ്. അതുപോലുള്ള ആഴത്തിലാണ് ആഴങ്ങളുണ്ട് ഈ പുഴയ്ക്കകത്ത്. അപ്പം കുളിക്കാൻ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ ഒറ്റയ്ക്കൊന്നും വരാറില്ല. അത്യാവശ്യം എന്താ പറയുക, 4-5 പേരുണ്ടെങ്കിൽ മാത്രമേ കൊണ്ട് വരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിവിടെ അത്ര ആഴം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആഴത്തിലേക്ക് നമ്മൾ പോകാറില്ല. നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കും. കാരണം വെറുതെ റിസ്ക് എടുക്കാൻ നമ്മൾ ആരും നിൽക്കില്ല. നമ്മളൊരു സൈഡിൽ നിന്ന് അവിടെ നിന്ന് കുളിക്കുക, കയറി പോരുക. ഓവറായിട്ടുള്ളൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. എന്നാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സ്ഥലം. മൂപ്പം വ്ളോഗ് ഇട്ടപ്പോഴും റീലൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച് കമൻറ്റൊക്കെ ഇടാറുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളെ സ്ഥിരം സ്പോട്ടാണിത്. അപ്പം ഇനി പുഴയ്ക്ക് പോകുന്നവരൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ പിന്നെ എല്ലായിടത്തും വെള്ളം കുറവാണ്. വെള്ളം കുറഞ്ഞാന്ന് വെച്ചിട്ടും കാര്യമില്ല, ആഴങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ആണ് ഞങ്ങൾ വരുന്ന പുഴ. നടുക്കോട്ടൊക്കെ ആഴമുണ്ട് കേട്ടോ. വെള്ളം കുറവാണെങ്കിലും ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലപോലെ. മറ്റേ ഈ മഴയുള്ള സമയത്ത് ഇവിടെയൊക്കെ ഇതിന് മുകളിലേക്ക് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുന്നത് കേട്ടോ. ഇത്രയൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ നമ്മളിവിടെ ഒന്ന് കുളിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും പോരാ. അങ്ങോട്ടൊക്കെ ഇപ്പോഴും ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല ആഴമുണ്ട്. ആ ഏരിയയിലും അവിടെയൊക്കെ ആഴമുണ്ട് കണ്ടോ. അതിന് തൊട്ടപ്പുറത്തേത് ഫാമാണ് കേട്ടോ, ആറള ഫാമിൻ്റെ ഇതാണ്. അപ്പുറം സൈഡ് കാടാണ്. ഇവിടെ ആനകളൊക്കെ വന്ന്, ആ കാണുന്ന ഏരിയയിലൊക്കെ ആന വന്ന് കുളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ആ കാണുന്ന ഏരിയയിൽ അവിടെ എല്ലാം ആന വന്ന് കുളിക്കുന്നതാണ്. അങ്ങോട്ടൊക്കെ ആന വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ വരുന്നതാണ്. നമ്മൾ അപ്പുറം സൈഡിൽ പോയിട്ടുണ്ട്. അവിടെ ആനേൻ്റെ കാൽപ്പാടും അവിടെ ഇതെല്ലാം കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ്, എന്നാലും ആഴമുണ്ട് കേട്ടോ.
അല്ല അല്ല അച്ഛൻ ഞാൻ എനിക്കൊരു വീഡിയോ എടുക്കട്ടെ. നിങ്ങൾക്ക് മാറിക്ക് ഇനി അത് വന്നിരിക്കും അവിടെ മാറിക്ക്. പിടിച്ച് പെയിന്റ് അടിച്ചിട്ടാലോ? ഇപ്പം ഞാൻ പുഴയിൽ വന്നപ്പോൾ കണ്ടതാണ്, എന്തോരമാണ് നോക്കി പൂമ്പാറ്റകൾ വൈറ്റ് കളറിൽ. കുറേ വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓഹ് എത്ര പൂമ്പാറ്റകളാണ് കണ്ടോ, അടിപൊളിയല്ലേ കേസ്. ഇങ്ങനെ പുറത്ത് നോക്കണേ. ഗേസ് കണ്ടോ നിങ്ങൾ പൂമ്പാറ്റ ഇത്രയും അടുത്ത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന അത്രയും ഒന്നും പിടിക്കാൻ പാടില്ല, കാരണം പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെറുത് നശിച്ചു പോവും. നല്ല രസമാണ്. എന്തായാലും നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ പറ്റി. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. എത്ര എണ്ണമാണെന്നോ ഗ്യാങ്ങായിട്ട്. ഞങ്ങളൊരു ഫ്രണ്ട് പറയായിരുന്നു പല കളറായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, ഇനി പിടിച്ച് പെയിൻ്റ് അടിച്ച് വിടാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഇത് നിങ്ങൾക്കറിയത്തില്ലേ ഇതിൻ്റെ കളറ്, അതുകൊണ്ട് മാറിപ്പോകത്തുമില്ല. ഇവരൊക്കെ ഒരു കുടുംബത്തിലായിരിക്കുമല്ലേ. എന്ത് രസമാണ് നോക്കാം നിങ്ങൾ, ആ പറക്കുന്നതിൻ്റെ ഒരു ലുക്ക് തന്നെ നോക്കി. ഞാനിപ്പോൾ പുഴയിൽ നടുക്കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, മീനൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് നടന്നക്കരയ്ക്ക് പോകാം. മുന്നേ ഒന്നും അങ്ങനെ അക്കരയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ഇച്ചിരി ആഴമുണ്ട്, അങ്ങോട്ടൊക്കെ നല്ല ആഴം കേട്ടോ. ഇതിലെനിക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റും, സൂപ്പറാണ്. ഞാൻ സ്ലിപ്പായി കഴിഞ്ഞാൽ ഗോപ്രോയിൽ ഞാനും വെള്ളത്തിൽ പോവും, മുങ്ങും. സംഭവം സെറ്റാണ്. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ഇട്ടേക്കുന്നൊരു കമ്പി കണ്ടോ നിങ്ങൾ, ഇത് ആന വരാണ്ടിരിക്കാൻ നമ്മൾ ഷോക്ക് ഉള്ളതാണ്. ഇത് 6 മണിക്ക് ശേഷം ഇവിടെ ഓപ്പൺ ആവും, ഷോക്ക് ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മിനി വ്ളോഗ് ഇടുന്നതായിരിക്കും, ഡെയിലി ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക.